ഹലോ, എൻ്റെ പപ്പായ ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് പപ്പായ. പപ്പായയുടെ പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ ക്ലിയർ ആവാനായിട്ട് സഹായിക്കും. കൂടാതെ രക്തത്തിൽ കൗണ്ട് കുറഞ്ഞു പോകുന്ന ആളുകൾ ഇത് പഴമായിട്ടും തോരനായിട്ടും കഴിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിപ്പോയ ആളുകളുണ്ടെങ്കിൽ ഈ പപ്പായ പറിച്ചതിന് ശേഷം ഇത് നന്നായി കഴുകി അതിൻ്റെ തൊണ്ട് കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡ് കുറയാനായിട്ട് അത് ഇടയാക്കും. മറ്റു രോഗങ്ങൾക്ക് എന്തെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനിതിന് രാസവളങ്ങളൊന്നും കൊടുക്കുന്നില്ല. മെയിനായിട്ട് കൊടുക്കുന്ന വളം കോഴിവളമാണ്. അതിന് 3 മാസത്തിലൊരിക്കൽ കുമ്മായം തൂളി നല്ല രീതിയിൽ നനച്ച് കൊടുക്കും. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച ഒരു റെഡ് ലേഡി പപ്പായയാണ്. ഇത് നട്ടിട്ട് 4 മാസം ആവുന്നതേ ഉള്ളൂ. അത് നിറയെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഈ പപ്പായ ചെടിക്ക് കോഴിവളവും 3 മാസത്തിലൊരിക്കൽ കുമ്മായവും തൂളി നല്ല രീതിയിൽ നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കായ്ഫലം കിട്ടുന്നതിനും കിട്ടുന്ന കായ്കൾക്ക് നല്ല മധുരം ഉണ്ടായിരിക്കുകയും ചെയ്യും. നിങ്ങളും പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ പപ്പായ കഴിക്കാനും നല്ല മധുരമുള്ള പഴങ്ങൾ ആസ്വദിക്കാനും കഴിയും.